ഇന്ന് നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ട് ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ അത് അവിടെ കിടക്കട്ടെ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പുഴുവോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീനായി കിട്ടും. എന്നിട്ട് നമുക്കതവിടെ മാറ്റി വെക്കാം. എന്നൊരു ഫ്രൈ പാൻ എടുക്കാം. അതിലോട്ട് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ ചോപ്പ് ചെയ്ത ഗാർലിക് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മൾ കോളിഫ്ലവർ തട്ടി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. ജസ്റ്റ് അല്ല, അത്യാവശ്യം വേവുന്ന വിധത്തിൽ, വല്ലാണ്ടങ്ങ് വേവേണ്ട കാര്യമില്ല കേട്ടോ. കടിക്കുന്ന സമയത്ത് ഒരു ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഈ കോളിഫ്ലവറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വരുന്ന സമയത്ത് നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതേ ഫ്രൈ പാനിൽ തന്നെ വീണ്ടും നമുക്കൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂണ് മൈദ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കുറുകി വന്നതിന് ശേഷം നമ്മൾ ചില്ലി ഫ്ലേക്സും ഒറിഗാനും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മൾ കോളിഫ്ലവർ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി കോളിഫ്ലവർ ഇതിൻ്റെ പേരൊന്നും അറിയില്ല, എന്തെങ്കിലും പേരുകൾ ഇട്ടോളൂ. സംഭവം ഇവിടെ സെറ്റായി. ഇനി അതിൻ്റെ കൂടെ നമുക്ക് കുബൂസോ ചപ്പാത്തിയോ പൂരിയോ ഒന്നുമില്ലെങ്കിൽ ബ്രെഡ്, ഞാനിവിടെ ഇപ്പോൾ ബ്രെഡാണ് കേട്ടോ ടോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്, അതും കൂട്ടി അടിക്കാനുണ്ട്. പൊന്നും ഒന്നൊന്നര ടേസ്റ്റാണ്. ഈ ചൂട് സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഈ ചൂടിന് നമുക്ക് വല്ലാണ്ടങ്ങ് കിച്ചണിൽ കിടന്ന് മെഴുകുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണിത്. ഇതിന് എടുത്ത് പറയേണ്ടത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടം. കാരണം എൻ്റെ സൈബ് കുട്ടിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, അസ്സലാമു അലൈക്കും.